അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. 2 ദിവസങ്ങൾക്ക് മുൻപാണ് മലപ്പുറത്ത് കൊളത്തൂരുള്ള മുഹമ്മദ് സിനാൻ എന്നൊരു 19 വയസ്സുകാരനെ കാണാതെ ഒരു വാർത്ത കണ്ടിരുന്നു. ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പിൽ വന്നിരുന്നു. മലപ്പുറത്തുള്ള മഅദിൻ സ്ഥാപനം ഉണ്ടല്ലോ, മഅദിൻ കോളേജിലേക്ക് പോകുന്നതിന് ശേഷം പിന്നെ ഈ കുട്ടിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഗ്രൂപ്പിലൊക്കെ വന്നത്. ഇപ്പോൾ ഇന്ന് കേൾക്കുന്നൊരു വാർത്ത, തിരുവനന്തപുരത്ത് ആളൊഴിഞ്ഞൊരു ഭാഗത്ത് ഈ പൊന്നു മോനെ കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ടു എന്നുള്ളതാണ്. നഊദുബില്ല, അള്ളാഹു കാക്കട്ടെ. അള്ളാഹു ആ മരണപ്പെട്ട പൊന്നുമോൻക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. എന്താണ് ഈ മോൻക്ക് പറ്റിയത് എന്ന് അറിഞ്ഞൂടാ. 19 വയസ്സാണ് മുഹമ്മദ് സിനാൻ്റെ പ്രായം. ഇവന് പതിവ് പോലെ ഇവന് മലപ്പുറം മഅദിൻ സ്ഥാപനത്തിലെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങോട്ട് വണ്ടിയിട്ട് പോയതാണ് ഈ കുട്ടി. പിന്നെ ഇവനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് കൊളത്തൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. ആ പരാതി ഇപ്പം ഞാൻ അടങ്ങുന്ന ഒരു മിസ്സിംഗ് ഗ്രൂപ്പ് കേരള ഉണ്ട്. അതിൽ ആ പരാതിയുടെ കാര്യം കുട്ടീനെ കണ്ടെത്താൻ വേണ്ടി പരമാവധി ഷെയർ ചെയ്യാനൊക്കെ വന്നിരുന്നു. അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയാണ് ഞാൻ ഈ നടക്കുന്ന വാർത്ത കേട്ടത്. ആ ഒരു പൊന്നുമോനെ കാത്തിരിക്കുന്ന വീട്ടുകാർ കേൾക്കുന്നൊരു വാർത്ത, തിരുവനന്തപുരത്ത് ഇവന് കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസിൻ്റെ പരിധിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അവർ പറയുന്നത് ഒരു ക്യാനയിൽ പെട്രോളുമായിട്ട് ഇവൻ പോകുന്ന ഒരു CCTV ദൃശ്യം കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ദുആ ചെയ്യുക. നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും റമദാൻ മാസമാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാനും പ്രയാസമുള്ള പല വാർത്തകളുമാണ്. നമ്മൾ ദുആ ചെയ്യുക. വീട്ടുകാർ തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട്. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ ഒന്ന് വിവരങ്ങളൊന്ന് പങ്കുവെക്കാൻ മറക്കരുത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അല്ലാഹു നല്ല ബുദ്ധി തോന്നിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മൾ 2-3 പേർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇന്നലെ മഞ്ചേരി കാവന്നൂർ ഭാഗത്ത് എടവണ്ണപ്പാറയിലുള്ള അബ്ദുൽ അസീസ് എന്ന പേരുള്ള ഒരാളും അദ്ദേഹത്തിൻ്റെ ഭാര്യ സൗദ എന്നുള്ള 47 വയസ്സുള്ള ഭാര്യയും കൂടി സ്കൂട്ടറിൽ ഹോസ്പിറ്റലിൽ പോയി മടങ്ങി മഞ്ചേരി മെഡിക്കൽ കോളേജിലെങ്ങാനും തോന്നുന്ന ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന സമയത്ത് മലപ്പുറം കാവന്നൂർ വെച്ചിട്ട് ഇവരുടെ അതേ ദിശയിൽ വന്ന ഒരു കാർ ഇടിച്ചിട്ട് ഞാൻ ആ CCTV ദൃശ്യം ഞാൻ കണ്ടു. ഭയങ്കര ഷോക്കായിപ്പോയി. ഇവരുടെ മേത്ത് കൂടെയാണ് ആ കാറ് കയറി ഇറങ്ങിയത്. ഒരാളെ മഞ്ചേരിക്ക് മെഡിക്കൽ കോളേജിൽ കൊണ്ട്, രണ്ടാമത്തെ ആൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ട്, 2 പേരും അവിടെ നിന്ന് മരണപ്പെട്ടു. അവർ സഞ്ചരിച്ച സ്കൂട്ടിയിൽ ഇവർ അന്ന് നോമ്പ് തുറക്കാനുള്ള ചക്കരമത്ത എന്താ പറയുക പകുതി വാങ്ങിയിട്ട് അതിൻ്റെ ആ കവറടക്കം ആ വണ്ടി ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർ ഡോക്ടറെ കാണിച്ചിട്ട് ഇവരാണ് കുറേ 10-23 വർഷമായിട്ട് ഈ അബ്ദുൽ അസീസ് മക്കയിലൊരു കഫ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതാ പെരുന്നാൾ കഴിഞ്ഞിട്ട് വീണ്ടും പ്രവാസത്തിലേക്ക് പോകാൻ വേണ്ടി ഉറപ്പിച്ച ഒരാളാണ്. സ്വർഗം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രത്യേകം ദുആ ചെയ്യുക. നമ്മൾ നിരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കേൾക്കുന്നൊരു വാർത്ത അപകട മരണത്തിൻ്റെതാണ്. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും സംഭവിക്കാം, മറ്റുള്ളവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടും സംഭവിക്കാം. ഇത് പിറകിൽ വന്നൊരു കാർ, ഒരു ലേഡി ഓടിച്ചൊരു കാറായിരുന്നു. ആ കാറിൻ്റെ നിയന്ത്രണം വിട്ടിട്ടാണ് ഇവരുടെ മേത്ത് കൂടെ ആ കാറ് കയറി ഇറങ്ങിയത്. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ വിഷയം അറിയുമായിരിക്കും. നമ്മളെല്ലാവരും ആ ഒരു ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. മരണത്തിലും ഒന്നിച്ച ദമ്പതികളാണ്. അള്ളാഹു അവരുടെ ആരാധനകളും തറാവീഹും നിസ്കാരവും എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. പീർ റമദാനിൻ്റെ പെരുന്നാളിൻ്റെ സന്തോഷങ്ങൾക്ക് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിലാണ് ഈ ദാരുണമായ ഇങ്ങനൊരു വാർത്ത കേൾക്കാനിട വന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ നാടിനടുത്ത് കാടഞ്ചേരിയുള്ള മുഹമ്മദ് ഫായിസ് എന്ന് പേരുള്ള ഒരു 25 വയസ്സുള്ള യുവാവും, കോഴിക്കോട് ഫറൂഖ് കോളേജിനടുത്തുള്ള അമ്നത്ത് എന്ന് പേരുള്ള 25 വയസ്സുള്ള മറ്റൊരു യുവതിയും മുത്തങ്ങയിൽ നിന്ന് സുൽത്താൻ ബത്തേരിക്ക് വരുന്ന വഴിയിൽ ഇവരുടെ സ്കൂട്ടർ വേറൊരു വാഹനത്തെ മറികടന്നപ്പോൾ ഒരു ലോറിയുമായി മറ്റു കൂട്ടിയിടിച്ചിട്ട് തൽക്ഷണം 2 പേരും മരിച്ചു. ഇവർ ഈ അമ്നത്ത് നേരത്തെ വിവാഹിതയായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഒരു കല്യാണത്തിന് വേണ്ടി ഈ ഒരു യുവാവുമായിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചതായിരുന്നു. അപ്പോൾ ഇവരവിടുന്ന് മുത്തങ്ങ ഭാഗത്ത് സുൽത്താൻ ബത്തേരിക്ക് വരുന്ന വഴിയിലാണ് ആ ഒരു സ്കൂട്ടർ ഇടിച്ചിട്ടാണ് 2 പേരും മരണപ്പെട്ടത്. ഒരു തൊട്ടടുത്തൊരു നിമിഷം നമുക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് വിചാരിക്കുന്നതിന് മുൻപ് നമ്മുടെ ജീവിതം മാറി മറിയുന്ന നിമിഷങ്ങളേ ഉള്ളൂ. അത്രയും നിസ്സഹായാവസ്ഥയിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുക 2 പേർക്കും വേണ്ടിയിട്ട്. ഒരു പക്ഷേ നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് വന്നൊരു അമ്നത്തിന് വേറൊരു കുട്ടിയൊക്കെ ഉണ്ട് ആദ്യത്തെ കല്യാണത്തിൽ. അള്ളാഹു ആ 2 പേർക്കും സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. ഈ റമദാനിൻ്റെ അവസാനത്തെ 10 തൊട്ടടുത്ത ദിവസം നമ്മുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാൻ ആരുണ്ടാവാന്ന് പോലും നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ റമദാൻ 21 എന്ന് പറയുന്നത് അലി റളിയല്ലാഹുവിൻ്റെ വഫാത്ത് ദിനമാണ്. റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തിയത് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ, ഖുർആനിൽ ഗാഢമായ അറിവുള്ള വളരെ വലിയൊരു പണ്ഡിതനാണ് എന്നുള്ളതാണ്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് അലി റളിയല്ലാഹു ഖലീഫയാകുന്നത്. അദ്ദേഹം ഖലീഫയായപ്പോൾ അന്ന് ആളുകൾ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം, നിങ്ങൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകരെ പിടികൂടണം. ഉസ്മാൻ റളിയല്ലാഹുവിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് മുസ്ലിങ്ങളിൽ തന്നെയുള്ള ഒരു വിഭാഗമായിരുന്നു.
പക്ഷേ ഈ ഒരു ഭരണസ്ഥിരത കിട്ടാതെ തനിക്ക് ഘാതകരെ പിടികൂടാൻ കഴിയില്ല എന്നായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിശദീകരണം. പക്ഷേ ഇതിനെ ചൊല്ലിയിട്ട് സിറിയയിലുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബക്കാരായ മുആവിയ റളിയല്ലാഹു അൻഹു അനുയായികളും വലിയ പ്രതിഷേധങ്ങളുണ്ടാക്കി. അദ്ദേഹം അവിടുന്ന് ഒരു മാർച്ചൊക്കെയായിട്ട് വന്നു. കൊല്ലപ്പെടുന്ന സമയത്ത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ പള്ളികളിൽ കാണിച്ച് ആളുകളെ മുഴുവനും പ്രകോപിപ്പിച്ചിട്ടാണ് ഖലീഫക്കെതിരെ തിരിച്ചത്. രണ്ടു ഭാഗത്തും സ്വഹാബികളുണ്ട്. ഈ യുദ്ധത്തിലൊക്കെ വലിയ സങ്കടകരമായ കാര്യങ്ങളൊക്കെ കേട്ടോ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ഹബീബായ നബിയുടെയും അലി റളിയല്ലാഹുവിൻ്റെ അമ്മായിയുടെ മകൻ അലി റളിയല്ലാഹുവിന് എതിരായിരുന്നു. അലി റളിയല്ലാഹുവിനെ പോയി സംസാരിച്ചു. പ്രിയപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹുവായിരുന്നു അത്. അദ്ദേഹത്തോട് ചോദിച്ചു, നീ എനിക്കെതിരെ പോരാടുന്നത് ശരിയല്ല എന്ന് ഹബീബായ നബി പറയുന്നു, നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി എന്ന ചരിത്രം. ആ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പിന്നിലൂടെ ചെന്ന് ചതിയിലൂടെ അലി റളിയല്ലാഹുവിൻ്റെ സൈന്യത്തിൽപ്പെട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് മറ്റൊരു കഥ. അതേപോലെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ത്വൽഹ റളിയല്ലാഹു അൻഹു, അതും അലി റളിയല്ലാഹുവിന് എതിരായിരുന്നു. പല പല കാരണങ്ങളാൽ അങ്ങനെ സംഭവിച്ചു പോയതാ. ആ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോടും അലി റളിയല്ലാഹു ചോദിച്ചു, എനിക്കെതിരെ നീ പോരാടുന്നത് ശരിയല്ല എന്ന് ഹബീബായ നബി പറയുന്നത് നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ത്വൽഹ റളിയല്ലാഹു തെറ്റ് സംബന്ധിച്ച് തിരികെ പോയി. ആ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ അലി റളിയല്ലാഹുവിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ ചതിപ്രയോഗത്തിലൂടെ വഴിയിൽ വെച്ച് കൊലപ്പെടുത്തി. അലി റളിയല്ലാഹുവിനെ കൊലപ്പെടുത്തിയോട് പറഞ്ഞൊരു വാചകം, നിങ്ങൾ നരകത്തിലാണ്, നിങ്ങൾ കൊലപ്പെടുത്തിയത് ഹബീബായ നബി ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന സ്വഹാബികളെയാണ് എന്നായിരുന്നു. ഇങ്ങനെ അലി റളിയല്ലാഹുവിൻ്റെ ഭരണകേന്ദ്രം മദീനയിൽ നിന്ന് പിന്നീട് കൂഫയിലേക്ക് മാറ്റി. കൂഫ കുറച്ചുകൂടി സുരക്ഷിതമായ, ഇറാഖിലെ കൂഫ കുറച്ചുകൂടെ സുരക്ഷിതമായ സ്ഥലമാണെന്ന് മനസ്സിലാക്കിയിട്ട്. പക്ഷേ ഈ മുആവിയ റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ സ്വഹാബി വര്യന്മാരടങ്ങുന്ന ഒരു സംഘം അലി റളിയല്ലാഹുവിനെതിരെ സംഘടിതമായിട്ട് വരികയും ആ യുദ്ധത്തിൽ അലി റളിയല്ലാഹു വിജയിക്കുകയും ഇത് മനസ്സിലാക്കി അംർ ഇബ്നുൽ ആസ് ഒരു പുതിയ തന്ത്രം പ്രയോഗിച്ചു. ഖുർആൻ കുന്തത്തിൻ്റെ മേലെ കയറ്റിയിട്ട് ഞങ്ങൾ സമാധാനപ്രിയരാണ് എന്ന് വാദിക്കുകയും ആ യുദ്ധത്തിൽ അലി റളിയല്ലാഹുവിൻ്റെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞു, ഈ യുദ്ധത്തിൻ്റെ അവരെ തന്ത്രങ്ങളാണ്, യുദ്ധം അവസാനിപ്പിക്കരുത്, അവരെ പരാജയപ്പെടുത്തണം. പക്ഷേ സൈന്യം അത് അനുസരിച്ചില്ല. ഖലീഫയായ അലി റളിയല്ലാഹുവിൻ്റെ വാക്കനുസരിക്കാതെ സൈന്യം യുദ്ധം അവസാനിപ്പിച്ചു. ഇതായിരുന്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ആവശ്യം. അങ്ങനെ യുദ്ധം അവസാനിച്ച് ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിൽ ഉണ്ടായിരുന്നൊരു കാര്യം, യുദ്ധം തുടങ്ങിയത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഘാതകരെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടാണെങ്കിൽ ചർച്ചയിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങൾ എന്തായി? ഖലീഫയെ മാറ്റണം, ഭരണാധികാരി ആരാവണം എന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. അലി റളിയല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നിസ്വാർത്ഥനായ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആണ് ചർച്ചയിലേക്ക് മുന്നോട്ട് വന്നത്. മറുഭാഗത്ത് അംർ ഇബ്നുൽ ആസ്. അങ്ങനെ ചർച്ച നടത്തി. രണ്ടു കൂട്ടരും ഖലീഫമാർ വേണ്ട, പുതിയൊരു ഖലീഫയെ തിരഞ്ഞെടുക്കാം. സത്യത്തിൽ അലി റളിയല്ലാഹു അൻഹു അബൂ മുസൽ അശ്അരി അയച്ചത് ഖലീഫയെ മാറ്റാനൊന്നുമല്ല, ഈ യുദ്ധകാര്യം ചർച്ച ചെയ്യാനാണ്. അങ്ങനെ അബൂ മുസൽ അശ്അരി സമാധാനപ്രിയനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇനി അലി റളിയല്ലാഹു ഖലീഫ വേണ്ട, മുആവിയും ഖലീഫ വേണ്ട, നമുക്ക് പുതിയൊരാളെ തിരഞ്ഞെടുക്കാം. അങ്ങനെ അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം പറഞ്ഞു, അലി റളിയല്ലാഹുവിനെ ഞാൻ ഖലീഫ സ്ഥാനം ഞാൻ നീക്കം ചെയ്തിരിക്കുന്നു. അപ്പോൾ ആളുകൾ വളരെ ഞെട്ടലോടുകൂടി അത് കേട്ടത്. പിന്നീട് പറഞ്ഞു, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ നീക്കം ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് അംർ ഇബ്നുൽ ആസ് തടഞ്ഞു. മുആവിയയുടെ കാര്യം ഞങ്ങൾ പറഞ്ഞോളാം. അങ്ങനെ ചതിയിലൂടെ അലി റളിയല്ലാഹുവിനെ ഖലീഫ സ്ഥാനത്ത് നീക്കം ചെയ്തു എന്നാക്കി മാറ്റി. മുആവിയ ഖലീഫയാണെന്ന് പറഞ്ഞു. ഇതോടുകൂടിയിട്ട് ഈ അലി റളിയല്ലാഹുവിൻ്റെ സൈന്യം പറഞ്ഞു, ഇതിനെതിരെ പോരാടണം, ഇത് ശരിയല്ല. അപ്പോൾ അലി റളിയല്ലാഹു പറഞ്ഞൊരു വാചകമുണ്ട്, ഇനി നിങ്ങൾക്കതിന് അവകാശമില്ല, ഞാൻ തിരികെ പോവുകയാണ്, യുദ്ധവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ എല്ലാവരും ഞാൻ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ അലി റളിയല്ലാഹു നിസ്സഹായനായിട്ട് കൂഫയിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ആ സൈന്യത്തിൽ നിന്ന് ഒരു വിഭാഗം അലി റളിയല്ലാഹു ശത്രുത പൂണ്ടിട്ട് ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് അലി റളിയല്ലാഹുവിൻ്റെ അടുത്ത് മാറിപ്പോയി. ഇവരായിരുന്നു ആദ്യത്തെ തീവ്രവാദികൾ. ആ തീവ്രവാദികൾപ്പെട്ട ഒരാളാണ് പിന്നീട് അലി റളിയല്ലാഹു അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. അവരുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ അലി റളിയല്ലാഹു ശരിയല്ല, മുആവിയ റളിയല്ലാഹു ശരിയല്ല, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു ശരിയല്ല. ഇങ്ങനൊരു തീരുമാനത്തിലെത്തി. ഇവരെ പിന്നീട് ഖവാരിജുകൾ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു, പുറത്തുപോയവർ എന്നാണ് ആ വാക്കിനർത്ഥം. ആ ഒരു സംഘത്തോട് പിന്നീട് അലി റളിയല്ലാഹു സംസാരിക്കുകയും അവർ ലക്ഷക്കണക്കിന് ആളുകൾ തിരികെ നല്ല മാർഗത്തിലേക്ക് വരികയും ചെയ്തു. ഇവർക്ക് ഒരു ലക്ഷ്യമുള്ളൂ, അലി റളിയല്ലാഹുവിനെയും കൊല്ലണം, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹുവിനെയും കൊല്ലണം, മുആവിയ റളിയല്ലാഹുവിനെയും കൊല്ലണം. അങ്ങനെ ഒരേ ദിവസം ഒരേ സമയം ഇവർ മൂന്ന് ഇടങ്ങളിലാണ്, 3 പേരെയും കൊല്ലാൻ ആളെയാക്കി. അങ്ങനെ അന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുന്നൊരു സമയം വെട്ടി. പക്ഷെ ആ വെട്ടി കൃത്യമായിട്ട് കൊണ്ടില്ല. വെട്ടിയവനെ തിരികെ വെട്ടി. മുആവിയ റളിയല്ലാഹുവിനെ കൊല്ലാൻ വന്ന ആൾ അവിടെ വെച്ച് തന്നെ നിലം പരിശായി. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു വീടിന് മുൻപിൽ കാവൽ നിന്ന കൊലയാളി പക്ഷേ അന്ന് സുബ്ഹിക്ക് അദ്ദേഹം ഉറക്കത്തിൽപ്പെട്ട് ഉണർന്നതേയില്ല.
അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല. പാവം അലി റളിയല്ലാഹു അൻഹു ഇതൊന്നും അറിയാതെ തൻ്റെ മകൾ സൈനബുമായി സന്തോഷങ്ങൾ പങ്കിട്ട് തൻ്റെ മകൻ ഹസനും ഹുസൈനൊക്കെ വിളിച്ചന്ന് യാത്ര പറഞ്ഞിട്ട് ആ പള്ളിയിലേക്ക് പോയത്. എന്തോ വരാനുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരിക്കണം. അദ്ദേഹം പള്ളിയിൽ പോയി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിക്രൂരമായിട്ടായിരുന്നു അലി റളിയല്ലാഹുവിനെ വെട്ടിക്കൊലപ്പെടുത്തി. റമദാൻ 21-ാമത്തെ നോമ്പിൻ്റെ ദിവസം. ആ ഒരു സന്ദർഭം നമ്മളൊന്ന് കണ്ടു നോക്കൂ. ഖുർആൻ പഠിച്ച, ഖുർആനിൽ നല്ല അറിവുള്ള ഒരു മനുഷ്യൻ, വിഭാഗീയത വന്നാൽ ഇവിടെ ഖുർആനുമില്ല, ഒന്നുമില്ല, ഇത് സ്വഹാബിയാണെന്നുമില്ല, ഖുലഫാഉർ റാഷിദാണെന്നുമില്ല, ആരെയും കൊലപ്പെടുത്തുന്ന നീചമായ മനസ്സുകളിലേക്ക് നമ്മുടെ വിഭാഗീയത മാറുന്നു എന്നുള്ളതിൻ്റെ മുൻകാല ഉദാഹരണം. അപ്പോൾ ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇൻഷാ അല്ലാഹ്, ഈ വെള്ളിയാഴ്ച പെരുന്നാൾ വരികയാണെങ്കിൽ വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കണോ അതോ പെരുന്നാൾ നമസ്കാരം മാത്രം മതിയോ? ചില ആളുകൾ പറയുന്നത് വെള്ളിയാഴ്ച പെരുന്നാൾ വരികയാണെങ്കിൽ അത് ജുമാ നമസ്കരിക്കൊന്നും വേണ്ട, ജുമാ കമ്മിറ്റിക്കാർ സംഘടിപ്പിച്ചാൽ മാത്രം മതി, ജുമാ നമസ്കരിക്കേണ്ടതില്ല, പെരുന്നാൾ നമസ്കാരം മാത്രം മതി എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, വെള്ളിയാഴ്ച ദിവസം പെരുന്നാളായാൽ അന്ന് ജുമാ നമസ്കരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.